എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും പരാജയങ്ങളും എല്ലാ ഉയർച്ചതാഴ്ചകളും ഇതിനെയെല്ലാം ഒരൊറ്റ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ആ ഒരൊറ്റ വാക്കാണ് അച്ചടക്കം. അപ്പോ റയാൻ ഹോളിഡേയുടെ ഡിസിപ്ലിൻ ഇസ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലൂടെ നമുക്ക് ഈ ശക്തിയെപ്പറ്റി കൂടുതലറിയാം. ഇതൊരു സിമ്പിൾ ചോദ്യമാണല്ലേ? പക്ഷേ ഇതിന്റെ ഉത്തരം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ചിന്തിച്ചു നോക്കൂ, ഒരാള് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്നു. അതേസമയം മറ്റൊരാളോ 5ാമത്തെ തവണയും അലാറം സ്നൂസ് ചെയ്തുറങ്ങുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് തേടാൻ പോകുന്നത്. അച്ചടക്കം എന്ന് കേൾക്കുമ്പോഴേ നമ്മളിൽ പലരുടെയും മനസ്സിലേക്ക് ഓടിവരുന്നതെന്താ? ഭയങ്കര കടുപ്പമുള്ള കർശനമായ നിയമങ്ങളൊക്കെ ആയിരിക്കും, അല്ലേ? പക്ഷെ സത്യം അതല്ല. അച്ചടക്കം നമ്മളെ കെട്ടിയിടുന്ന ചങ്ങലയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്വതന്ത്രരാക്കുന്ന ഒരു താക്കോലാണ്. അതൊരു ശിക്ഷയല്ല, മറിച്ച് നമുക്ക് നമ്മളോട് തന്നെ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ശരിക്കും ഈ അച്ചടക്കം? വെറും കെട്ടുകഥകളൊക്കെ മാറ്റിവെച്ച് സ്റ്റോയിക് ഫിലോസഫിയുടെ കണ്ണിലൂടെ ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അച്ചടക്കമില്ലാത്ത ലക്ഷ്യങ്ങളുണ്ടല്ലോ, അത് വെറും സ്വപ്നങ്ങളായിട്ടങ്ങ് മാറും. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള ഒരു പാലം, അതാണ് അച്ചടക്കം. മോട്ടിവേഷൻ നമുക്കൊരു തീപ്പൊരി തരുമായിരിക്കും, പക്ഷെ ആ തീ കെടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മസിലാണ് അച്ചടക്കം. ഇവിടെയാണ് സ്റ്റോയിക് ഫിലോസഫി നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നതെന്തും ചെയ്യുക എന്നതല്ല, മറിച്ച് ചെയ്യേണ്ടതെന്താണോ, ശരിയായതെന്താണോ അത് കൃത്യസമയത്ത് ചെയ്യാനുള്ള കഴിവാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ഇഷ്ടങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും അടിമയായി ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ സ്വതന്ത്രരാകുന്നത്? ഇനി ഈ അച്ചടക്കം എന്ന വലിയ ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ 3 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. ഈ 3 മേഖലകളിലാണ് നമ്മുടെ സെൽഫ് കൺട്രോളിന് വേണ്ടിയുള്ള ശരിക്കുള്ള പോരാട്ടം നടക്കുന്നത്. അതെ, ശരീരം, മനസ്സ്, പിന്നെ ആത്മാവ്. ഈ 3ഉം പരസ്പരം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഇവ 3ഉം ഒരുപോലെ ശക്തമാകുമ്പോഴാണ് നമുക്ക് സമ്പൂർണമായ ആത്മനിയന്ത്രണം, അതായത് അച്ചടക്കം കിട്ടുന്നത്. ആദ്യത്തേത് ശരീരം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബേസ്ബോൾ ഇതിഹാസം ലൂ ഗെറിഗ്. ദ അയൺ ഹോഴ്സ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. കാരണമെന്താണെന്നറിയുമോ? തുടർച്ചയായി 2130 കളികൾ. അതൊരു റെക്കോർഡ് മാത്രമല്ല, ശാരീരികമായ അച്ചടക്കത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുക, അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ തൂണിലേക്ക് വരാം, മനസ്സ്. റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഔരലിയസിന്റെ ഈ വാക്കുകൾ നോക്കൂ. അദ്ദേഹം ഇതെഴുതുന്നത് കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിലിരുന്നല്ല, മറിച്ച് യുദ്ധത്തിന്റെയും പ്ലേഗിന്റെയും നടുവിലിരുന്നാണ്. പുറത്തെന്ത് നടന്നാലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. അത് തിരിച്ചറിയുന്നതിലാണ് യഥാർത്ഥ കരുത്ത്. അപ്പോ എന്താണ് ഈ മാനസിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മൂഡിനു മുകളിലും മനസ്സിന് നിയന്ത്രണം കൊടുക്കുക. ചുറ്റും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സമനില തെറ്റാതെ ചിന്തിക്കാനുള്ള കഴിവ്, ഭയത്തിന് കീഴടങ്ങുന്നതിന് പകരം പ്രവർത്തിക്കാന് തീരുമാനിക്കുന്നത്. ഇതൊക്കെയാണ് മാനസികമായ അച്ചടക്കം. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തൂൺ ആത്മാവാണ്. ഇവിടെയാണ് അച്ചടക്കം എന്നത് നമ്മളെക്കുറിച്ച് മാത്രമല്ലതാവുന്നത്, മറിച്ച് നമ്മൾ എന്തിനാണിവിടെ എന്ന വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരമായി മാറുന്നത്. നമ്മുടെ വൈ. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലുള്ളവർ സ്വന്തം പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ജീവിച്ചത്. അവർക്ക് അതിലും വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതാണ് ആത്മാവിന്റെ അച്ചടക്കം. ഓക്കെ, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? കാരണം ഇത് വെറും തിയറിയല്ല, ഇത് പ്രാക്ടിക്കലാണ്. നമുക്ക് നോക്കാം. ഒരു കാര്യം ഓർക്കുക, അച്ചടക്കം ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന ഒന്നല്ല. അത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ്. വളരെ ചെറുതായി തുടങ്ങുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങൾക്കായി ചില നിയമങ്ങളുണ്ടാക്കുക. ചെറിയ ബുദ്ധിമുട്ടുകളെയും അസ്വസ്ഥതകളെയും നേരിടാൻ പഠിക്കുക. എല്ലാ ദിവസവും 1% മെച്ചപ്പെട്ടാൽ മതി. അതാണ് ലക്ഷ്യം. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾ അനാവശ്യമായ സുഖസൗകര്യങ്ങളുടെ ഒരു അടിമയായിരിക്കുന്നത്? എവിടെയാണ് അല്പം ബുദ്ധിമുട്ട് സഹിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നേടാൻ കഴിയുക? അതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ച് ശത്രുക്കളെ നേരിടേണ്ടി വരും. അവരെ തിരിച്ചറിയുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ശത്രുക്കൾ പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. ഇവരാണ് നമ്മുടെ പ്രധാന ശത്രുക്കൾ. ഒന്നാമത്തേത്
കംഫർട്ട് അഥവാ സുഖം. അത് നമ്മളെ പതുക്കെ മയക്കിക്കിടത്തും. രണ്ടാമത്തേത് എനിക്കിതിന് അർഹതയുണ്ട് എന്ന ചിന്ത. ഇത് നമ്മുടെ പരിശ്രമങ്ങളെ ഇല്ലാതാക്കും. പിന്നെ ഈഗോ. തെറ്റുകൾ സമ്മതിക്കാതെ ഒഴികഴിവുകൾ പറയാൻ പ്രേരിപ്പിക്കും. അവസാനമായി ക്ഷീണം. അത് നമ്മുടെ ഇച്ഛാശക്തിയെ കാർന്നുതിന്നും. പക്ഷെ പേടിക്കേണ്ട, ഈ ഓരോ ശത്രുവിനെയും നേരിടാൻ നമുക്കൊരു പരിചയമുണ്ട്. സുഖം എന്ന ശത്രുവിനെ നേരിടാൻ അവബോധം എന്ന പരിചയം ഉപയോഗിക്കാം. അർഹത എന്ന ചിന്തയെ ചിട്ടകളിലൂടെ മറികടക്കാം. ഈഗോയെ നിയന്ത്രിക്കാൻ കൃത്യമായ അതിരുകൾ വെക്കാം. ക്ഷീണത്തെ നേരിടാൻ നമ്മുടെ ലക്ഷ്യബോധം നമ്മളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ദൈനംദിന പോരാട്ടങ്ങളൊക്കെ ചേർന്ന് എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ, നമ്മുടെ വിധിയെ തന്നെ രൂപപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അച്ചടക്കം സ്വാതന്ത്ര്യത്തിന്റെ ശത്രുവല്ല, അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരേയൊരു വഴിയാണ്. നമ്മളെ ബന്ധിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ആത്യന്തികമായി നമ്മളെ സ്വതന്ത്രരാകുന്നത്. യഥാർത്ഥ വിജയം വരുന്നത് ടാലന്റ് കൊണ്ടല്ല. അത് വരുന്നത് എല്ലാ ദിവസവും ഒരു മുടക്കുമില്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സിൽ നിന്നാണ്. കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ കളി തുടങ്ങിയേക്കാം. പക്ഷേ കളി ജയിക്കണമെങ്കിൽ അച്ചടക്കം കൂടിയേ തീരൂ. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഭാവി നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ വിധി മറ്റാരുടെയും കയ്യിലല്ല, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ കാണുന്നതുവരെ അച്ചടക്കത്തോടെ മുന്നോട്ടു പോവുക. നന്ദി.